ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്നപ്പോൾ ഒരു വലിയൊരു ലോറി വന്നപ്പോൾ ഞാൻ പേടിച്ച് ബാക്കിലേക്ക് പോയി. അപ്പോൾ ഞാനിപ്പോൾ ബസ്സിലാട്ടോ കയറിയിരിക്കുന്നത്. പിന്നെ ഞാനൊരു ലോലിപ്പോപ്പും ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതാട്ടോ ഞാനിപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ബസ്. ഇപ്പോൾ പാർക്ക് ഏകദേശം ഇപ്പം ഞാൻ ഓട്ടോറിക്ഷയിലാണ്. ഇപ്പം അമ്മ പറഞ്ഞു പാർക്ക് ഏകദേശം എത്താറായെന്ന്. പിന്നെ ഞാൻ ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഒരു റെയിൽവേ ചുക്ക് തീവണ്ടി ഞാൻ കണ്ടു. അതിൽ കയറണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ പാർക്കിൻ്റെ ബോർഡ്. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മാമ്മ അവിടെ ഇരുന്നു. പിന്നെ ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ട് കയറിയിട്ടോ. പിന്നെ ഞാൻ കയറിയ സമയത്ത് ഇത്തിരി നേരം ഒന്ന് നിൽക്കാൻ പറഞ്ഞു, വെള്ളവും വലുതും കുടിച്ചിട്ട് പോകാൻ വേണ്ടി. ആദ്യം തന്നെ ഞാൻ എടുത്തത് സൈക്കിളാട്ടോ ഗായ്സ്. സൈക്കിൾ ഇവിടെ ഉണ്ട്. കുറച്ച് നടന്ന് ഇങ്ങനെ ഒരു സൈക്കിളിൻ്റെ ഷോപ്പാണ് പറ്റും. അത് ഇതാണ് കേട്ടോ ഈ കാണുന്നത്. അതിൽ നിന്ന് എനിക്കൊരു ഗ്രീൻ സൈക്കിളാണ് കിട്ടിയത്. അത് സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു. അപ്പം പൈസയൊന്നും ഞങ്ങളുടെ നിന്ന് മേടിച്ചില്ല. ഇത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. അടുത്ത മാസം വരുമ്പോൾ ഇത് നന്നായിട്ട് ഓടിച്ച് പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ഒക്കെ കൊണ്ട് ഞാൻ കയറുന്നോളം പറഞ്ഞ അമ്മ എന്നെ ബാക്കിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പൈസ കൊടുത്തപ്പോൾ പൈസ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ടോ ഗായ്സ്. ഇപ്പം ഞാൻ റോട്ടിക്കൂടെയാണ് ഓടിക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ ചെറിയ സൈക്കിൾ നോക്കിയപ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഇതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും മാത്രമേ പോകുന്നുള്ളൂ. എല്ലാ സൈക്കിളിലും കയറി നോക്കി. എൻ്റെ മുട്ടിങ്ങനെ വലുതായില്ല. ഞാനൊക്കെ ഉണ്ട് എൻ്റെ മുട്ടിങ്ങനെ ഇതായി കാരണമുണ്ട് ഞാൻ വേറെ കയറാമെന്ന് വിചാരിച്ചു. എനിക്ക് ആ സമയത്തൊരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നു. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഇതും നല്ല ഫ്രണ്ടായിരുന്നു. ഇതിൽ എൻ്റെ അപ്പുറത്തൊരു ഫ്രണ്ട് ഉണ്ട്. ഈ ഫ്രണ്ടാണ് എൻ്റെ ഫ്രണ്ട്. പിന്നെ ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് വീണു കേട്ടോ. പിന്നെ എനിക്ക് പേടിയാവുണ്ടായിരുന്നു. പിന്നെ അവളും സൈക്കിൾ എടുത്തതുകൊണ്ട് ഞാനും ഒരു ബട്ടൺ സൈക്കിൾ എടുത്തു. പിന്നെ അങ്ങനെ പോയതിന് ശേഷം ഞങ്ങൾ പോക്കോം മേടിക്കാൻ പോകട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നല്ല ചേട്ടന്മാരൊക്കെ വലിയ സൈക്കിളൊക്കെ ഓടിക്കുന്നുണ്ട്. എനിക്ക് മാത്രം ചെറിയ സൈക്കിൾ മാത്രമായിട്ടത് നല്ല രസമുണ്ടായിരുന്നു സൈക്കിൾസൊക്കെ. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിനെ കാണാതായ കാരണം ഞാൻ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ ചെറിയ സൈക്കിളിൽ ഫ്രണ്ട് ഓടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ടിനെ കാണാനില്ല. ഇങ്ങനെ ഓടിച്ചതിന് ശേഷം അമ്മമ്മ അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ടിനെയും തപ്പി നടക്കായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിനെ തപ്പി നടക്കുന്നതിന് ശേഷം ഇതായിരിക്കണം കാറിൽ. അപ്പോൾ ഇങ്ങനെ ഇതായിരിക്കണം ഇവിടെ. അപ്പോൾ ഞാൻ കയറിയിട്ടോ. ഇവിടേക്ക് കയറിയതിന് ശേഷം എൻ്റെ ഫ്രണ്ട് ഈ ആനവണ്ടിയുടെ കുതിര ഞാൻ പോക്കോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പോക്കോണ് അമ്മയുടെ കയ്യിൽ കൊടുത്തു ഞാൻ. എന്നിട്ട് ഇതിൽ ആടാനും പറ്റുന്നില്ല. അവിടെ ഒരു കഷ്ണം പൊളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാനൊന്ന് തൂങ്ങിയപ്പോൾ എൻ്റെ കൈയൊക്കെ എൻ്റെ ഇടയിൽ പോയി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഞാൻ ഊഞ്ഞാലാടുന്ന പോലെ ആടി. അതിന് ശേഷം ഇത് ഇറങ്ങി എക്സസൈസ് ചെയ്യണ പോലെ എന്തൊക്കെയോ ചെയ്തു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനെയും തപ്പി നടക്കാനും പറ്റുന്നില്ല. ഈ കൂട്ടിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല മര്യാദയ്ക്ക്. ഇങ്ങനെ ഒരു ഊഞ്ഞാൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഊഞ്ഞാലിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. എക്സസൈസോ ഡാൻസോ എന്തോ ചെയ്ത് കാണിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ലൂസർ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കാട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റെപ്പിൽ കയറി നോക്കിയപ്പോൾ ഓട്ടോ പോലെയുള്ളത്. അപ്പോൾ ഇത് നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ബാക്കിൽ വരുന്ന ആ ഫ്രണ്ടാണ്. എനിക്ക് സൈക്കിൾ ഓട്ടാനും പറ്റില്ല. അമ്മനെ ബാലൻസ് ചെയ്യേണ്ടി വരും.
എന്നാൽ മാത്രമേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു താറാവിൻ്റെ ചുക്ക് ചുക്ക് തീവണ്ടിയുടെ ഇതും കൂടി ഉണ്ടായിരുന്നു. അത് നല്ല രസമുണ്ടായിരുന്നു. അതിൽ ഞാൻ കയറിയില്ല. ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ പോയ ശേഷം ഇങ്ങനെ പോയ ശേഷം ഇവിടെ ഒരു തിണ്ടയുണ്ട്. അതുമ്പോൾ കൂടെ നടന്നു. പിന്നെ ഞാനൊരു ബബിളും പോപ്കോണും മേടിച്ചു. പോപ്കോണ് ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി പോവായിരുന്നു. ആ സമയത്ത് എന്തോ കാറിലൊക്കെ കണ്ടു. ഇങ്ങനെ വാട്ടർ ഫ്രൂട്ട്സ് പാർക്ക് പോലെയായിരുന്നു ഇതെനിക്ക് ഭയങ്കര പേടിയായിട്ടോ. എനിക്ക് ഭയങ്കര പേടിയായി, നല്ല പേടിയായി. ഞാനെന്തോ കൈയൊക്കെ വിട്ടിട്ട് കളിക്കട്ടോ. ഞാൻ അമ്മാമ്മയും ഞാനും കൂടി ആടി കുറച്ച് നേരം. പിന്നെ എനിക്ക് വേറെ ഐഡിയ കയറി. ഇതാണ് എനിക്ക് ഇത്തിരി പോസിബിളായിട്ട് തോന്നിയത്. ഇതിലെല്ലാം കയറി എനിക്ക് അവസാനം പേടിയായി. അമ്മ ഒന്ന് ബാലൻസ് ചെയ്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒന്നാമത്തെ കമ്പിക്ക് പിടിച്ചിട്ടാട്ടോ ഞാൻ ബാലൻസ് ചെയ്ത് തരുമെന്ന് ചോദിച്ചത്. ആൾക്കാരുണ്ട് ഇങ്ങനെ ഒന്നാമത്തെ കമ്പിയിൽ പിടിച്ചിരിക്കുക കേട്ടോ. അമ്മ ബാലൻസ് ചെയ്ത് തരുമോ എന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് അമ്മ ബാലൻസ് ചെയ്ത് തന്നു കേട്ടോ. ഞാനപ്പോൾ പിടിച്ച് കയറിപ്പോയേ. എന്നിട്ട് എന്തോ ഒരു സ്ലൈഡിൽ പോയി. അത് നല്ല രസമുണ്ടായിരുന്നു. അത് പുറകിലാണ് അതിൻ്റെ സ്റ്റെപ്പ് വന്നിരിക്കുന്നത്.